ശരിക്കും അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലും നാണം കെടുത്തിയ ഒരു പരിപാടിയായിപ്പോയി. സത്യം പറഞ്ഞാൽ അത് അത്യധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ അല്ല എന്നും കൂടെ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകൾ. ബാക്ക് പാക്കർ അരുണിമ അവളുടെ യാത്രകൾ നിർത്താൻ പോകുന്നു. കേട്ടപ്പോ ഒന്ന് ഞെട്ടിയാ നിങ്ങൾ? കൂടുതലായിട്ട് ഞെട്ടൊന്നും വേണ്ട, ചുമ്മാ പറഞ്ഞതാ. പക്ഷെ ഇങ്ങനെ പോയാൽ ബാക്ക് പാക്കർ അരുണിമ അധികം വൈകാതെ കുട്ടിയുടെ ട്രാവൽ പരിപാടികൾ അങ്ങ് നിർത്തും. അരുണിമയെ അറിയാവുന്നവരായിരിക്കും ഈ വീഡിയോ കാണാൻ വന്ന ഭൂരിഭാഗം ആളുകളും. ബാക്ക് പാക്കർ അരുണിമ ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗറാണ് കുട്ടി. അപ്പോൾ എന്താണെങ്കിലും ഈ കുട്ടിയായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കോൺട്രവേഴ്സികൾ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും കണ്ടതായിരിക്കും. സംഗതി വേറൊന്നുമല്ല, ഒരു വീട്ടിൽ കയറ്റി ഇവിടെ താമസിപ്പിച്ചു. ലാസ്റ്റ് ആ വീട്ടുകാരൻ തെറി പറഞ്ഞ് പുറത്ത് ചാടി. അത്രേ ഉള്ളൂ. പച്ചയ്ക്ക് പറഞ്ഞാൽ അത്രേ ഉള്ളൂ സംഗതി. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഈ ഒരു പെൺകുട്ടി കാരണം ഇനി ഇവിടെയുള്ള മിക്ക ട്രാവൽ വ്ളോഗേഴ്സിനും മുട്ടൻ പണി കിട്ടുമെന്നുള്ളത്. ഇത് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ ഞാൻ പറഞ്ഞപ്പോൾ കൂടുതൽ ആളുകളും ചിലപ്പോൾ അത് മൈൻഡ് ചെയ്ത് കാണത്തില്ല. പക്ഷെ ഇപ്പോൾ ട്രാവലർ ആയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗർ വന്ന് കാര്യം അതേപോലെ ഞാൻ എന്താണോ പറഞ്ഞത് അതേപോലെ അദ്ദേഹവും വന്ന് പറഞ്ഞിരിക്കുകയാണ്. സുജിത് ഭക്തൻ, സുജിത്തേട്ടൻ്റെ ഇന്നലെ സുജിത്തേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അരുണിമയുടെ ഈ ഒരു കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട്. അരുണിമ എന്ന് പറയുന്ന പേര് സുജിത്തേട്ടൻ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം അത് അരുണിമയെ പറ്റിയിട്ട് തന്നെയാണെന്നുള്ളത്. പിന്നെ സുജിത്തേട്ടൻ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഡയറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരാളെ അങ്ങനെ എടുത്തു വെച്ച് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ട് ആ കൊച്ചിനോട്ടുള്ള വോട്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യമേ ഒരു എൻ്റെ ഒരു ചിന്ത പോയത്, സുജിത്തേട്ടൻ വന്ന് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് അരുണിമയെ ബാധിക്കും, നല്ല രീതിയിൽ ബാധിക്കും. കാരണം വ്യക്തമായിട്ട് സുജിത്തേട്ടൻ കൊടുത്തിട്ടുണ്ട് അരുണിമയ്ക്കിട്ട്. പിന്നെ സുജിത്തേട്ടൻ ആ ഒരു വീഡിയോയിൽ സുജിത്തേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി, ഒരു ആപ്പിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കൗച്ച് സർഫിങ്ങിനെ പറ്റിയാണ് ഭൂരിഭാഗവും സുജിത്തേട്ടൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് വേറൊന്നുമല്ല, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വേറൊരു രാജ്യത്ത്, ഇപ്പോൾ പാരീസിൽ ഞാൻ പോവാണ്. പാരീസിൽ പോയിട്ട് അവിടെ താമസിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ആപ്പ് ഉണ്ട്, കൗച്ച് സർഫിംഗ് പോലെ വേറെയും കുറേ ആപ്പുകളുണ്ട്. അതായത് നമുക്ക് ആ ഒരു ആപ്പുകൾ വഴി ആ ഒരു കമ്മ്യൂണിറ്റി വഴി ഒരുപാട് ആളുകളെ പരിചയപ്പെടാം. ഇപ്പം ഞാനൊരു ട്രാവലറാണ്, ഞാനിപ്പോൾ പാരീസിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്നെ പോലെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണും. അപ്പോൾ അവർക്ക് ട്രാവലേഴ്സിന്റെ ബുദ്ധിമുട്ട് അറിയാം. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു നമുക്ക് സ്പെൻഡ് ആവുന്ന എമൗണ്ട്, അത് ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ വളരെ വലിയ എമൗണ്ട് ആയിരിക്കും നമ്മൾ ചിലപ്പം ഈ താമസിക്കാനും ഒക്കെ അക്കോമഡേഷൻ ആയിട്ടൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഈ ഒരു കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതായത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവർ ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ തരും, നമുക്ക് താമസിക്കാം, ചിലപ്പോൾ അവരുണ്ടാക്കുന്ന ഭക്ഷണവും നമുക്ക് തരും, കുറച്ച് കാര്യങ്ങൾ അവർ നമ്മളോട് പറയും. അതായത് ചിലപ്പോൾ മദ്യപിക്കരുത്, ഇപ്പം അവരുടെ വീട്ടിൽ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മദ്യപിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യാണ്. നമ്മുടെ ഒരു ട്രാവലിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് സ്പെൻഡ് ആവാതെ നമുക്ക് അവരുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ട്രാവലിന് സ്പെൻഡ് ആവുന്ന എമൗണ്ട് നമുക്കൊന്ന് കുറയ്ക്കാം. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളും ചെറിയ ഹെൽപ്പൊക്കെ ചിലപ്പോൾ നമ്മൾ തൂത്ത് വൃത്തിയാക്കിയൊക്കെ കൊടുക്കും. സോ അതാണ് ഈ കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. വളരെ വിശദമായിട്ട് സുജിത്തേട്ടൻ്റെ വീഡിയോയിൽ ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുജിത്തേട്ടൻ അരുണിമയെ പറ്റി, അത് ഡയറക്റ്റ് അല്ല, കുറച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അരുണിമയ്ക്കുള്ളൊരു മറുപടി തന്നെയാണ്. എൻ്റെ പൊന്ന അരുണിമ മോളെ നീ കാണുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നീ കാണിച്ച പരിപാടിയെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഭാഗങ്ങൾ, ഒരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് സുജിത്തേട്ടൻ്റെ, അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിനും നമ്മളെ ആരെങ്കിലും ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിൻ്റെ രീതികൾ പരമാവധി പിന്തുടരാൻ ശ്രമിക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ സ്നേഹത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവിടെ താമസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചെയ്തു പോകുന്നൊരു കാര്യം. പല ആൾക്കാരും എത്തരത്തിലാണ്, ഏത് രീതിയിലാണ് എന്നെനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിൻ്റെ ഒരു കോൺട്രവേഴ്സി വീഡിയോസ് ഞാനും കാണാനിടയുണ്ടായി. കുറേ ആളുകൾ അതിനെ റിയാക്ട് ചെയ്തും അല്ലാതെയും ഒക്കെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി പറയാനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ ഒരു കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളി അതിനെപ്പറ്റി, അതായത് ഈ അരുണിമയുടെ ആ ഒരു കോൺട്രവേഴ്സിയെ പറ്റി പറയുന്നില്ല എന്ന് സുജിത്തേട്ടൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്ക് വളരെ വ്യക്തമായിട്ട് സുജിത്തേട്ടൻ കൊടുക്കേണ്ട രീതിയിൽ ആ ഒരു കൊച്ചിന് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല. കാരണം
ഈ ഒരു അരുണിമ ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെറിയ രീതിയിലൊന്ന് പറയാം. ഒന്നുമില്ല, ആ ഒരു കുട്ടിയെ ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയ വഴി തന്നെ പരിചയമുള്ള 4 വർഷമായിട്ട് പരിചയമുള്ള ഒരാൾ അമേരിക്കക്കാരൻ എന്ന് പറയുന്നില്ല, മലയാളിയാണ്, അമേരിക്കയിലാണ്. ഈ കുട്ടി അമേരിക്ക ചെന്നപ്പം അയാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ചു. 2 ദിവസമൊക്കെ ഒരാളുടെ വീട്ടിൽ പോയി താമസിക്കാം, അതൊരു മാന്യതയുടെ പുറത്ത് അദ്ദേഹം വീട്ടിൽ താമസിപ്പിച്ചു, ഈ കുട്ടിയും പോയി താമസിച്ചു. പക്ഷെ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവളോട് മാന്യമായിട്ട് മാറാൻ പറഞ്ഞു. അതും രാത്രിയിൽ ഇറങ്ങി പോകാനൊന്നും പറഞ്ഞില്ല. 2 ദിവസം, അടുത്ത ദിവസം നീ റൂം നോക്ക്, എന്നിട്ട് തിങ്കളാഴ്ച നീ അവിടുന്ന് മാറണം എന്നൊരു കാര്യമേ പറഞ്ഞുള്ളൂ. ഇവളുടനെ രാത്രി മറ്റേ തുള്ളിച്ചാടി, രാത്രി ആയപ്പോൾ ചാടി വെളിയിൽ ഇറങ്ങി വീഡിയോ എടുത്തതൊക്കെ പോട്ടെ, ഇവർ ചിലപ്പോൾ മോശമായി, അരുണിമ പറയുന്നത് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തു. അവരെടുത്ത വീഡിയോ, അതായത് ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു കുട്ടിയെ ഹോസ്റ്റ് ചെയ്തത്. അപ്പം അവരുടെ ഫാമിലി എടുത്ത വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഈ കുട്ടി അവിടെ കിടന്ന് ഒച്ചവെള്ളം ഉണ്ടാക്കുന്നതാ. ഇനിയിപ്പോ പോട്ടെ, അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തന്നെ വെച്ചു. പക്ഷേ ഇവള് പുറത്തിറങ്ങിയിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇവൾക്ക് അങ്ങനെ മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മളെ അറിയിച്ചപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ ആദ്യം തൊട്ട് വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ ജോർജിന്റെ കുടുംബകാര്യം ഇവളുടെ ചാനലിനകത്തൂടെ വിളമ്പി. അതിന്റെ ആവശ്യം എന്ത് കാര്യം? എന്നിട്ട് ജോർജ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവള് കുടുംബത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ്. കുടുംബത്തെ ആക്ഷേപിക്കുക തന്നെയാണ് ഇവള് ചെയ്തത്. ഇവൾ എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഡാനി സത്യനെ വിളിച്ചില്ല, ലൈക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തു അവരോട്, ഞാൻ അവരെ നാണം കെടുത്തിയില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും, ആ കുടുംബത്തെ ഒട്ടടങ്കം ഇവള് നാണം കെടുത്തി തന്നെയാണ് ചെയ്തത്. ഇപ്പം ആ ഒരു അപ്പാപ്പന്, ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ആ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അദ്ദേഹത്തെ ചിലപ്പം ഒരു ചെറിയ റൂമിലായിരിക്കും അദ്ദേഹം താമസിക്കുന്നത്, കൊച്ചുമക്കൾ തീരെ വില കൊടുക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറയും, അല്ലെങ്കിൽ അദ്ദേഹം നിന്നോട് പറഞ്ഞേനെ, മോളെ ഇത് പുറത്ത് പറ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ വീഡിയോയിലൂടെ നീ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം നിന്നെ വന്ന് സപ്പോർട്ട് ചെയ്തേനെ. അതൊന്നും ഉണ്ടായില്ല. അതിനകത്തൊന്നും മനസ്സിലാവുന്നത് പുള്ളിക്ക് ഇപ്പം അത് ഉണ്ടെങ്കിൽ തന്നെ പുള്ളിക്ക് അത് സമൂഹത്തെ അറിയിക്കാൻ താല്പര്യമില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ നീ മറ്റുള്ളവരുടെ കുടുംബകാര്യം വന്ന് നിന്റെ വീഡിയോയ്ക്കകത്തൂടെ തുറന്നങ്ങ് അടിക്കുക ചെയ്തത്. അത് അത്ര നല്ലൊരു കാര്യം. പോട്ടെ, എല്ലാം പോട്ടെ, നിന്നെ 2 ദിവസം വീട്ടിൽ നിർത്തി താമസിപ്പിച്ച തന്നെ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹം നിന്നോട് പറയുകയാണ്, ഇല്ലെങ്കിൽ നിന്റെ പെർസ്പെക്റ്റീവിൽ അവിടെ ഒരു വൃത്തികേട് നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പുറത്ത് പറയാം, നീ പുറത്ത് പറയുക. പക്ഷെ 2 ദിവസം നിന്നെ താമസിപ്പിച്ച വീടാണ്, അത് നീ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കിനി ബാക്കി സുയിച്ചേട്ടൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ട്രാവലേഴ്സിന് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കൗച്ച് സർഫിംഗ് കമ്മ്യൂണിറ്റി. ഇത് മിസ്യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ യാത്രകൾക്കിടയിൽ ഞാൻ ധാരാളം ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ എൻ്റെ കൂടെ കുറച്ച് ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ നമ്മുടെ കൂടെ കൂടിയുണ്ടല്ലോ, അവർ ഈ ഇത്തിൽക്കണ്ണി പോലെ അങ്ങ് പിടിച്ചും കയറും. അതായത് നമ്മൾ ചിലപ്പോൾ അവരെ ഒരു ദിവസം നമ്മുടെ റൂമിൽ താമസിപ്പിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ അവർക്ക് 1-2 നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കിനും ഇവര് കണ്ട ഭാവമേ നടിക്കാതെ മാറി നിൽക്കും. എൻ്റെ സ്നേഹത്തിന് ഞാൻ ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു, പക്ഷെ നീ എപ്പോഴും ഞാൻ വാങ്ങിച്ചു തരുന്ന കാത്തിരിക്കട്ടെ, നിനക്കും കൊടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഷെയർ ചെയ്യാം, നിന്റെ വിഹിതം പറയാം, അല്ലെങ്കിൽ നിന്റെ ഓഫർ പറയാം, ഞാൻ എപ്പോഴും നിനക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരാളെ അങ്ങ് പിഴിയുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അരുണിമയുടെ കേസ് അല്ലെങ്കിൽ ഈ ഒരു വിഷയമായി സുഹിതയുടെ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതിനകത്തൊന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് ഒറ്റ കാര്യമുള്ളൂ, അരുണിമ മോളോടാണ്. മോളെ, നിന്നെ അവർ വിളിച്ച് വീട്ടിൽ താമസിപ്പിച്ചു, പക്ഷെ നീ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോയി. 2 ദിവസമൊക്കെ നിർത്തി, ഒരു മാന്യതയില്ലേ? ഒരു ദിവസമൊക്കെ നിൽക്കാം ഒരാളുടെ വീട്ടിൽ, 2 ദിവസം നിൽക്കാം. എന്നിട്ട് നീയായിട്ട് മാറേണ്ടതായിരുന്നു, നീയായിട്ടായിരുന്നു അത് ചെയ്യേണ്ടത്. അവിടെ നിന്ന ബാക്കി ആൾക്കാരുടെ വായിൽ നിന്ന് നീ അത് കേട്ടിട്ട് ആട്ടും തുപ്പും കേട്ട് ഇറങ്ങി പോകേണ്ട വന്നത് അത് നിന്റെ കയ്യിരിപ്പോണ്ട് തന്നെയാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ഓസിന് നിൽക്കാൻ ശ്രമിക്കരുത് മോളെ, ഒരു പരിധിയിൽ കൂടുതൽ. ഓസൊക്കെ ഓക്കെ, നീ ട്രാവൽ ചെയ്യുന്നതാണ്, കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കാണും. പക്ഷെ എന്ന് വെച്ചിട്ട് ഓസിനൊരു പരിധി കൂടുതൽ നിൽക്കരുത്. ഓസിന് നിന്നതും പോരാ, അവിടുന്ന് പുട്ടു അടിച്ചിട്ട് പുറത്ത് വന്നിട്ട് ഒരുമാതിരി അവരുടെ കുടുംബകാര്യം അത് നീ പറഞ്ഞത്. കുടുംബകാര്യം നീ പറഞ്ഞോ, വെള്ളത്തോടത്തൊക്കെ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് നീ എന്ത് തേങ്ങ അച്ഛാ കാണിക്ക്. പക്ഷെ നിന്നെ സംബന്ധിച്ച് സംതിങ് ഡിഫറെൻറ്റ്. ട്രാവൽ ചെയ്യുമ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അവരെ പറ്റി മോശമായിട്ട്, അവരുടെ കുടുംബം മോശമായിട്ട് സ്ഥിരീകരിച്ചത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ സുഹിതണ്ണി പറഞ്ഞ കണക്ക് ഇത്തിൽ കണ്ണിയെ പോലെ നീ അവിടെ ഒട്ടിപ്പിടിക്കാൻ നോക്കിയതാ, പക്ഷെ അതങ്ങോട്ട് നടന്നില്ല, അവരെടുത്ത് വെളിയിൽ തട്ടി, അത്രേ ഉള്ളു സംഗതി. ബാക്കി അത് സ്നേഹത്തിന്റെ പുറത്ത് എപ്പോഴും ഒരാൾ ചെയ്തു എന്ന് വരത്തില്ല, മനസ്സിലായില്ലേ? നമ്മുടെ രീതി അല്ല മറ്റുള്ള ആളുകളുടെ രീതി എന്ന് പറയുന്നത്.
അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുവാണെങ്കിലോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇതാക്കുവാണെങ്കിലോ അവരെ പൂർണ്ണമായിട്ട് പിഴിയാതെ കണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അവർ ഗിഫ്റ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ നമ്മളെ സഹിക്കുമായിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ ദിവസങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പല കമ്മ്യൂണിറ്റിയിൽ പെട്ട പല ആളുകളും ഒരാളെ അധികം ദിവസം ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ്. സത്യമല്ലേ സുഹിച്ചേട്ടൻ പറഞ്ഞ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ അരുണിമയുടെ ഭാഗം വെച്ച് അല്ലെങ്കിൽ അരുണിമയുടെ ഒരു കേസിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവളോട് ആ ഒരു വീട്ടിലെ ഇപ്പം ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൊച്ചുമക്കളൊക്കെ അവിടുന്ന് പോകാൻ പറഞ്ഞെങ്കിൽ തന്നെ അരുണിമ മിണ്ടാതെ ഇറങ്ങി പോകേണ്ടതാണ്. കാരണം അവൾ 2 ദിവസം നിന്ന വീടാ. പിന്നെ അവരവിടെ പിടിച്ച് നിർത്തേണ്ട കാര്യം എന്താ? ഇപ്പൊ അവരിച്ചിരി മോശമായിട്ട് മോളെ നീ ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാലും മിണ്ടാതെ ഇറങ്ങി പോവുക ചെയ്യേണ്ടത്. കാരണം 2 ദിവസം അവിടെ നിർത്തി, പിന്നെ ആ വീട്ടിൽ തന്നെ നിൽക്കണം. അതൊക്കെ പറഞ്ഞ് മറ്റേ ചെല്ലുന്നത് നിന്റെ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞതാ ഇവിടെ നിന്നോളാൻ, അങ്ങനെയൊക്കെ പറഞ്ഞോട് അവരോട് തട്ടിക്കേറുന്നത് അത് അത്ര നല്ലൊരു കാര്യമല്ല. പിന്നെ അരുണിമ നമ്മുടെ സുഹൃത്തിനോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരാളാണ്, എനിക്ക് മറ്റേ അറിയാം മറച്ചേ അറിയാം, ഒന്നും അറിയത്തില്ല നിനക്ക്. എനിക്ക് മനസ്സിലായ കാര്യം, നിനക്ക് ഒന്നും അറിയത്തില്ല. നിന്റെ വോയിസ് റെക്കോർഡ് ഞാൻ കുറച്ചൊക്കെ എൻ്റെ ചാനൽ വഴി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഒന്നും ഞാൻ കേൾപ്പിച്ചിട്ടില്ല, കുറേയൊക്കെ ഞാൻ പേഴ്സണലി കേട്ടതാണ്. അതിനൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഈ നിന്റെ കേസിൽ ഒരുപാട് രാജ്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഒരുപാട് രാജ്യങ്ങൾ കാണുന്നതിനകത്തൊന്നും മാത്രമല്ല മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പക്വത ഉണ്ടാവുന്നത്, കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു കൾച്ചർ നീ പലതും കണ്ടു കാണും, പക്ഷെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുമ്പോൾ, പല ആളുകളുടെ മെന്റാലിറ്റി തിരിച്ചറിയുമ്പോൾ, അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് തിങ്ക് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ട്രാവലിംഗ് കൊണ്ട് നിനക്കൊരു ഗുണം ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായില്ലേ? നിനക്ക് ഈ രാജ്യങ്ങൾ കണ്ടുപോകുന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് നിനക്ക് അതിനകത്തൊന്നും ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ബാക്കി ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സുഹിച്ചേട്ടൻ്റെ ഈ ഒരു വീഡിയോയിൽ, സുഹിച്ചേട്ടൻ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സത്യമായിട്ടുള്ള കാര്യം. അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ കേൾക്കാനുണ്ട്, ഇതൊന്ന് കേൾക്കുക. നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ, ഔദാര്യം തന്നെയാണ് ബേസിക്കലി അല്ലേ, നമ്മൾ വേറെ ആളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ ഒരു ഔദാര്യം തന്നെയാണ്. വി ഹാവ് ടു ഗിവ് സംതിങ് ബാക്ക് ടു ദം അല്ലേ. നമ്മൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു നൽകണം. അത് ഒന്നുകിൽ സ്നേഹമായിട്ടോ, ചില ആൾക്കാർ താമസിക്കുന്ന ആളുടെ വീട് വൃത്തിയാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും ഇൻ റിട്ടേൺ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അവർക്കും കൂടെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം. അല്ല, എല്ലാ ട്രാവലേഴ്സും അങ്ങനെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ചിന്തിക്കേണ്ടത്, ചെയ്തു കൊടുക്കേണ്ടത്. അതായത് നമ്മളെ ഒരാൾ ഹോസ്റ്റ് ചെയ്തു, നമുക്കൊരു സ്ഥലത്ത് നമ്മളെ താമസിപ്പിച്ചു, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട്, ചിലപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇവരുടെയൊക്കെ ഫോളോവേഴ്സ് ആയിരിക്കാം, സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം, താമസിക്കുന്നു. നമ്മളെ കൊണ്ട് തിരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക. അരുണമ്മക്കുട്ടി ഇപ്പോൾ ചെയ്തു കൊടുത്തത് ആ കുടുംബത്തിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വലിച്ച് കീറി കളഞ്ഞു. മനസ്സിലായില്ലേ? അവരുടെ കുടുംബത്തിനകത്ത് കിടക്കുന്ന പ്രശ്നം അതെടുത്ത് അങ്ങോട്ട് വിളമ്പി കളഞ്ഞു. 2 ദിവസം അവിടെ താമസിപ്പിച്ച് പുട്ടും കൊടുത്തതാണേ. ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അരുണിമ കുട്ടി കാരണമാണ് സത്യം പറഞ്ഞ് ഇനി ഇവിടുത്തെ ട്രാവലേഴ്സിന് സത്യം പറഞ്ഞ ഒരു ചീത്തപ്പേരാണ്. ഞാൻ മാത്രം പറയുന്നില്ല, ഒരു ട്രാവലർ ഇപ്പൊ പറയുന്നുണ്ട്, അത് ഒരു ട്രാവലർ ശ്രീധരൻ തന്നെ അത് പറയുന്നുണ്ട്. നിങ്ങളത് കേക്ക് ബാക്കി. യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, യൂട്യൂബേഴ്സിനെ ഹോസ്റ്റ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ എനിക്ക്. കാരണം അങ്ങനെ ഒരാൾ ആ യൂട്യൂബറിനെ ഹോസ്റ്റ് ചെയ്തിട്ട് ആ യൂട്യൂബറിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നാണ് യൂട്യൂബർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് യൂട്യൂബർ അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ്. ശരിക്കും അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലും നാണം കെടുത്തിയ ഒരു പരിപാടിയായിപ്പോയി സത്യം പറഞ്ഞാൽ. കറക്റ്റ് അല്ലേ? ഇതല്ലേ ഞാനും എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ നാണം കെടുത്തി, പ്രത്യേകിച്ച് ട്രാവൽ വ്ലോഗേഴ്സിനെ നാണം കെടുത്തി കളഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിടത്ത് കയറ്റി, വീണ്ടും എനിക്കതിനി പറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ, ഒരിടത്ത് കയറ്റി മറ്റേ എന്താണ് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇച്ചിരി ഗ്യാപ്പ് കൊടുത്തു, മറ്റേ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഇതിന് യോജിക്കും? കിടക്കുമോ? ഇല്ല. അതാണ് അവിടെ സംഭവിച്ചത്. പുറത്തേക്ക് ഇറങ്ങി കൊണ എന്ത് കാര്യത്തിലൊന്ന് ആലോചിച്ചാൽ നിങ്ങൾ. പാതിരാത്രി 12:30 ആ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി പുറത്ത് വന്നിട്ട് ആ വീട്ടുകാരെടുത്ത വീഡിയോ കണ്ടത്. അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട്, നിന്നോട് രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞില്ലല്ലോ, നാളെ നീ വീട് തപ്പണം, തിങ്കളാഴ്ച നീ ഇവിടുന്ന് മാറണം. അവർ മാറണമെന്നൊന്നും പറയുന്നില്ല ആ വീഡിയോയിലും അവരെടുത്തതിനകത്തും. തിങ്കളാഴ്ച നീ മാറണം, അതവർ പറഞ്ഞതിനകത്ത് എന്താ ഇത്ര തെറ്റിരിക്കുന്നത്? അതിനെന്തിനാ ഇവർക്ക് ഇത്ര പൊളിയുന്നത്? അത് പൊളിയാൻ കാരണം ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അതിന്റെ അവസാനം ഇവള് അവിടുന്ന് ഇറങ്ങിയിട്ട് ഇവൾക്ക് വേറെ ഒരു ഹോട്ടലിൽ പോയി ഒരു റൂം എടുക്കുന്നു. ആ റൂം എടുത്തിട്ട് അതിന് ഇത്ര രൂപയായി, അതിന് 8,000 രൂപ, നാട്ടിൽ 8,000 ആയി, 10,000 ആയി എന്നൊക്കെ ഇവിടെ പറയുന്നതിനകത്തൊന്നും എനിക്ക് മനസ്സിലായത് അവൾക്ക് കാശങ്ങോട്ട് പൊടിക്കാൻ പറ്റത്തില്ല. മാക്സിമം ഫ്രീ ആയിട്ട് പുട്ടടിക്കണം മോളെ. ആ ഒരു മെന്റാലിറ്റി കൊണ്ട് ട്രാവൽ ചെയ്യാൻ ഇറങ്ങാതിരിക്കുക. മനസ്സിലായില്ലേ? പിന്നെ നീ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ട്രാവലർ അല്ല. ഈ ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ഒരാളെയും ഞാൻ കംപ്ലീറ്റ്
ട്രാവലേഴ്സ് എന്ന് ഞാൻ വിളിക്കുന്നില്ല. അതിപ്പോൾ സുഹിത്തേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതും കൂടെ കേൾക്കും, എന്നിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അത് അത്യധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ അല്ല എന്നും കൂടെ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് പോവുക പിന്നെ യൂട്യൂബ് ചാനലും കൊണ്ട് നടക്കുന്നത്? നീർക്ക് ട്രാവൽ ചെയ്താൽ പോരെ, നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എന്തിനാ? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം യൂട്യൂബേഴ്സ് തന്നെയാണ്. അവർ ട്രാവലിംഗ് പാഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ ട്രാവലിംഗ് പാഷൻ ഉണ്ടായാൽ മാത്രം യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും അതിനോ എൻ്റെ യാത്രകളിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും എനിക്ക് ആ യാത്ര പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് യൂട്യൂബിൻ്റെ വീഡിയോ ഉണ്ടാക്കാനും അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നതിനും എങ്ങനെ വീഡിയോസ് അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള ചിന്തകളും മറ്റുമൊക്കെ ആയിരിക്കും. ഓഫ് കോഴ്സ് ഞാനൊരു യാത്രികനാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും ഞാനൊരു യഥാർത്ഥ യാത്രികൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു യൂട്യൂബറാണ്, ഒരു ട്രാവൽ വ്ളോഗറാണ്, അല്ലെങ്കിൽ ട്രാവൽ ഇൻഫ്ലുവൻസറാണ് എന്ന് പറയാം. ഞാൻ ആദ്യമേ തന്നെ ഇനിയിപ്പോൾ ഒരു കാര്യം പറയാം. ഈ ഒരു പോർഷൻ കണ്ടതിന് ശേഷം, അതായത് സുഹിത്തേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ ട്രാവൽ വ്ളോഗേഴ്സും അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന എല്ലാ മുഖങ്ങളും എല്ലാവരും ഒരേപോലെ അല്ല. എല്ലാവരും ഈ അരുണിമയെ പോലെയും ആവണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി കാരണം നിങ്ങൾ എല്ലാവരും ഇപ്പം ഏതൊരു ട്രാവൽ വ്ളോഗറിനെ ആണെങ്കിലും ശരി, ഏതൊരു യൂട്യൂബറിനെ ആണെങ്കിലും ഹോസ്റ്റ് ചെയ്യാൻ സാധാരണക്കാരനായിട്ടുള്ള ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങളൊന്നും മടിക്കും. കാരണം ഇവളെ പോലുള്ള കാര്യങ്ങൾ ഇനി വരുന്നവരും ചെയ്യുമല്ലോ എന്നുള്ളൊരു പേടി ആർക്കാണെങ്കിലും വരും. പക്ഷേ എല്ലാവരും ഒരേപോലെ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്ന ആളുകളെ എല്ലാവരെയും സ്നേഹിക്കണമെന്നില്ല, സ്നേഹിച്ചോളൂ. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഇപ്പോൾ അരുണിമയുടെ കാര്യത്തിൽ നിന്ന് ആ ഒരു ജോർജ് എന്ന് പറയുന്ന ചേട്ടൻ മനസ്സിലായി കാണും. 4 വർഷമായിട്ട് ഇവർ തമ്മിൽ പരിചയമുള്ളതാണ്. പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു ഫേസ് പുള്ളിക്ക് ഇപ്പം പിടികിട്ടിയല്ലോ. പിന്നെ അതേപോലെ തന്നെ സുഹിതൻ ഇപ്പം പറഞ്ഞ കാര്യം, ഈ ട്രാവൽ വ്ളോഗേഴ്സ് അവരൊരിക്കലും ഒരു കംപ്ലീറ്റ് ട്രാവലർ അല്ല. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ട്രാവൽ വ്ളോഗേഴ്സ് അവർ ട്രാവൽ ചെയ്യുമ്പോൾ അവർ കൂടുതലും വീഡിയോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് ആ ഒരു ട്രാവലിങ്ങിൻ്റെ കംപ്ലീറ്റ് ഒരു ജീൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു റിയാക്ഷൻ ചാനലിലേക്കൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്കൊരു ട്രാവൽ വ്ളോഗറായി മാറിക്കൂടെ എന്ന്. ഞാൻ ട്രൈ ചെയ്തതാണ്, പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ചില സ്ഥലങ്ങളിൽ പോകുമ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ ചില വീഡിയോകൾ ഷോർട്സ് എടുത്ത് ഞാൻ ഇടാറുണ്ട്. അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു കംപ്ലീറ്റ് വീഡിയോ എടുത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്നെ കൊണ്ട് നടക്കത്തില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ 1-2 വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നടക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് ചെയ്യുമ്പോൾ ശരിക്കുള്ള ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നില്ല. ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇരുന്ന് ആ ഒരു നേച്ചർ എക്സ്പ്ലോർ ചെയ്യുക, ആ ഒരു സറൗണ്ടിങ്ങിൽ എന്താണുള്ളത് അതിനെ എൻജോയ് ചെയ്യുക, അതാണ് എനിക്ക് ഇഷ്ടം. അതല്ലാതെ വീഡിയോ എടുത്ത് കംപ്ലീറ്റ്ലി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ എടുക്കാം, അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാനോ എൻ്റെ ഒരു മെൻ്റൽ പീസ് കളഞ്ഞ് ഇതിൻ്റെ പുറകെ പോകാനോ എന്നെ കൊണ്ട് പറ്റില്ല. മനസ്സിലാക്കുക നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന എല്ലാവരും ഒരു കംപ്ലീറ്റ് ട്രാവലർ ഒരിക്കലുമല്ല. കറക്റ്റ് കംപ്ലീറ്റ് ട്രാവലറായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോ എടുത്ത് നടക്കാനും പറ്റില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം അതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരിക്കലും ഈ ഒരു അരുണിമയെ പോലെയാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. ആ കുട്ടി കാണിച്ചതിനോട് ഒരു രീതിയിലും യോജിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.